ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 14. വഴിയിലുടനീളം കയറ്റം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. കവയിത്രിയും ധ്യാന ചിന്താരചയിതാവുമായിരുന്ന ക്രിസ്റ്റീന റോസെറ്റി തൻ്റെ ജീവിതം കഠിനമാണെന്ന് കണ്ടെത്തി. ജീവിതത്തിലുടനീളം വിഷാദവും വിവിധ രോഗങ്ങളും അവൾ അനുഭവിക്കുകയും 3 വിവാഹ നിശ്ചയങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ഒടുവിൽ അവൾ ക്യാൻസർ ബാധിച്ചു മരിച്ചു. ഇസ്രായേലിൻ്റെ ദേശീയ ബോധത്തെക്കുറിച്ച് ദാവീദ് സന്തോഷിച്ചപ്പോൾ അത് വിജയിയായ ഒരു യോദ്ധാവിന് തുല്യമായിരുന്നു. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിലുടനീളം ദാവീദ് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനത്തിൽ അവന്റെ സ്വന്തം മകനും അവന്റെ വിശ്വസ്തനായ ഉപദേശകനും ജനത്തിൽ ഭൂരിഭാഗവും ദാവീദിനെതിരെ തിരിഞ്ഞു. അപ്പോൾ ദാവീദ് പുരോഹിതന്മാരായ അബ്യാഥാർ, സാദോക്ക് എന്നിവരെയും ദൈവത്തിന്റെ വിശുദ്ധ പെട്ടകത്തെയും എടുത്ത് യെരൂശലേമിൽ നിന്ന് പലായനം ചെയ്തു. അബ്യാഥാർ ദൈവത്തിന് യാഗമർപ്പിച്ച ശേഷം ദാവീദ് പുരോഹിതന്മാരോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടയാകും. അനിശ്ചിതത്വത്തിനിടയിലും ദാവീദ് പറഞ്ഞു, അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് ദൈവം കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ. തനിക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ക്രിസ്റ്റീന റോസെറ്റിയും ദൈവത്തെ വിശ്വസിച്ചു. അവളുടെ ജീവിതം പ്രതീക്ഷയിൽ അവസാനിച്ചു. വഴി മുഴുവനും മുകളിലേക്കുള്ള കയറ്റം മാത്രമായേക്കാം, പക്ഷേ അത് നമ്മുടെ സ്വർഗീയ പിതാവിങ്കലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവം നമ്മെ സ്വീകരിക്കാൻ 2 കൈകളും നീട്ടി കാത്തിരിക്കുന്നു. ചിന്തിക്കുക, ഏതെല്ലാം വിധങ്ങളിലാണ് ജീവിതം നിങ്ങൾക്ക് കയറ്റവും വളവുകളും മാത്രമായി തോന്നിയിട്ടുള്ളത്? നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങളെ നയിക്കാൻ ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാനാകും? ദൈവത്തിന് മഹത്വം.